സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ നാട്ടിൽ നിന്നിങ്ങനെ ചടച്ചപ്പോൾ ജസ്റ്റ് ഒരു റൈഡ് ഇട്ടതാണ്. നമ്മുടെ ഉമ്മൻ്റെ നാട്ടിലേക്കാണ് വന്നത്. അപ്പോൾ അത് എവിടെയെന്ന് വെച്ചാൽ വയനാട്ടിൽ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ലാൻഡ് സ്ലൈഡൊക്കെ നടന്ന, പക്ഷേ നമുക്കൊന്നും അങ്ങനെ വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് അങ്ങനെ ഇങ്ങോട്ട് വരലുണ്ട്, നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ ഒരു സുഖമാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങോട്ട് ഒരു റൈഡൊക്കെ ഇടുന്ന ഒരു വൈബാണ്. അപ്പോൾ എന്താണല്ല ഗൈസ്, ഇവിടെ വന്നാൽ തന്നെ ഞങ്ങൾക്ക് ഒരു തണുപ്പും ഒരു പ്രകൃതിൻ്റെ രമണീയത എന്ന് പറയുന്ന സംഭവമല്ലേ, അത് കറക്റ്റ് ഫീൽ ചെയ്യാൻ കഴിയണ ഒരു സ്ഥലമാണ്. അതായത് ഫുള്ള് പച്ചപ്പ്, കൃഷികൾ, മല, ഫുള്ള് നല്ലൊരു കാം ആൻഡ് കൂൾ. പിന്നെ പ്രകൃതിൻ്റെ ഈ സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ഇപ്പം കറക്റ്റ് കേൾക്കുമെന്ന് അറിയില്ല, ശ്രദ്ധിച്ചാൽ മതി. ഈ ചീവീട് പിന്നെ ഓരോ കിരി ശബ്ദങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നല്ല ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം കേട്ടോ. ഓരോ കിളി, അങ്ങനെ പല പല സാധനങ്ങൾ, എന്തൊക്കെ ഒരു സൗണ്ട്, പിന്നെ ഒരു കൂളായിട്ടുള്ള അന്തരീക്ഷം, അങ്ങനെ ഒരു മൈൻഡ് ഫുള്ള് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്നിങ്ങനെ അങ്ങോട്ട് ഒരു റൈഡ് ഇടുന്നത്. ഇന്നലെയാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഇന്നലെ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിന്. മഴ പെയ്തപ്പോൾ ഫോണിൽ ക്യാമറൻ്റെ ഗ്ലാസ്സിൽ വെള്ളം കയറി മൊത്തം കോട പോലായി. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കുറച്ച് ക്ലിപ്പ് കിട്ടിയാണ്, അത് ഞാൻ ആഡ് ചെയ്യുക. പിന്നെ ഇവിടെ വന്നാൽ അട്ട കയറി ഗൈസ്, കാൽമല സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അട്ട കയറി എത്തേണ്ടിടത്തൊക്കെ എത്തിട്ടോ. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. സോ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. മാനൂസ് എന്നാണ് പേര്. ആപ്പാപ്പൻ്റെ വണ്ടിയാണ്. ആപ്പാപ്പ ഗൾഫ് പോയപ്പോൾ നമ്മൾ ജാമ്പി. പെർഫോമൻസിനെക്കാട്ടി മൈലേജ് ആണല്ലോ നമുക്കിപ്പോൾ വേണ്ടി. സോ ഐ എം ഹാപ്പി വിത്ത് ദിസ്. ഇനി ഞങ്ങൾക്ക് വരുമ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്പുകൾ കാണിച്ചു കേട്ടോ. അതായത് എനിക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്താക്കൂ, ആരും കാണാതെ മെല്ലെ ആടെയും വീഡിയോ ഒക്കെ ക്യാമറ തിരികെ വെച്ച് മെല്ലെ 2-3 ക്ലിപ്സ് എടുക്കും. അങ്ങനെ കിട്ടിയ 2-3 ക്ലിപ്സാണ്. ഈ ഹെൽമെറ്റ് എനിക്ക് ഇവിടുന്ന് വീണ് കിട്ടിയൊന്നല്ല കേട്ടോ ഗൈസ്, ഇതിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഹെൽമെറ്റൊക്കെ ഒന്ന് മാറ്റണം എന്ന്. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മൾ ഹെൽമെറ്റ് മാറ്റണം. അപ്പോൾ ഗൈസ് നമുക്ക് പോയി നോക്കിയാലോ. ഗൈസ്, സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണത് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയാണ് ഈ വണ്ടി വന്ന്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് വണ്ടി എടുത്ത് വയനാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോണതിൻ്റെ ഒരു സന്തോഷത്തിലാണോ അറിയില്ല. ഞാൻ അത് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബാക്കി വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ബൈക്കിൽ നിന്ന് കളിക്കുന്ന കണ്ടിട്ട് വേറൊരു വണ്ടിക്കാരൻ എന്നെ ഹോൺ അടിച്ച് തെറി വിളിച്ചാട്ടോ നിങ്ങളിപ്പോൾ കേട്ട്. സംഭവം അത് ഓറ ഫാമിംഗ് കിഡ് ഫേമസ് ആയ കാലല്ലേ അന്നെടുത്ത വീഡിയോസാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഏകദേശം 6 മാസത്തിൻ്റെ അടുത്ത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം. ചായ വല്ലാത്തൊരു ഫീലാണ് കൈ. നമ്മൾ പ്രത്യേകിച്ച് വയനാട്ടിലേക്കൊക്കെ ഒരു റൈഡ് ഇടുമ്പോൾ ചെറിയ ചാറ്റൽ മഴ, പിന്നെ വയനാട്ടിൽ ആ ചുരം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഉള്ള തണുപ്പ്, ആ തണുപ്പിൻ്റെ ഇടയിൽ ഒരു ചൂട് ചായ ഒരു പരിപ്പ് വടയായിട്ട് അടിച്ചാൽ ഏതാ ഫീല്. സോ ഗൈസ്, ഈ വയനാട് മേപ്പാടി ചൂരൽമല എന്ന് പറഞ്ഞ ഈ സ്ഥലം നമ്മളെ മെയിൻ സ്ഥലമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടേ പോയുള്ളൂ, പക്ഷേ അവിടെ തന്നെ എന്ത് രസമാണെന്നറിയൂ. അപ്പോൾ ലോകത്ത് എന്തൊക്കെ കാണാണ്ട് ഗൈസ്. നമ്മളിതൊന്നും കാണാതെ പഠിച്ചോൻ്റെ അടുത്തേക്കാട്ട് പോയാൽ പഠിച്ചോൻ ചോദിക്കൂലേ, എനിക്ക് ഇത്രയും നല്ലൊരു ലോകം എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഒന്നും കാണാതെയാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.